നമസ്കാരം. കേരള സ്കോപ്പിന്റെ ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രേയ ജോയ്. കാനഡയിൽ പകൽ വെളിച്ചം ലഭിക്കുന്നതിനായുള്ള സമയമാറ്റം ഇന്ന് പുലർച്ചെ മുതൽ നിലവിൽ വന്നു. സമയം 1 മണിക്കൂർ മുന്നോട്ട് മാറി. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഈ ആഴ്ചയുണ്ടായി. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ഇന്ത്യൻ സന്ദർശനത്തെ തുടർന്ന് യുറേനിയം വിതരണത്തിലും ആണവ സാങ്കേതിക വിദ്യയിലും ഇരു രാജ്യങ്ങളും പുതിയ കരാറിൽ ഒപ്പുവെച്ചു. ഇതോടൊപ്പം ചൈന കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് കുറച്ചത് കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആശ്വാസമായി. താൽക്കാലിക താമസക്കാർക്ക് കാനഡ പുതിയ TR to PR പാത പ്രഖ്യാപിച്ചു. ഹെൽത്ത് കെയർ, കൃഷി, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ജോലി ചെയ്യുന്ന 33,000 പേർക്ക് സ്ഥിരതാമസം ഉറപ്പാക്കുന്നതിനാണ് പുതിയ പദ്ധതി. കാനഡയിൽ ഈ ആഴ്ച ഇന്ധന വിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. പശ്ചിമ ഏഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ഉയർന്ന സാഹചര്യത്തിൽ ടൊറന്റോ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ലിറ്ററിന് 6 മുതൽ 10 സെന്റ് വരെയുള്ള വർധനവാണ് ഉണ്ടായത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. വാർത്തകൾ വായിച്ചത് ശ്രേയ ജോയ്.